ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന്, അതായത് ഓഗസ്റ്റ് 5-ന് PSC ചേർന്ന യോഗ തീരുമാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില തസ്തികകളിലേക്കുള്ള ചുരുക്കപ്പട്ടികയും അതുപോലെ സാധ്യതാ പട്ടികയൊക്കെ പ്രസിദ്ധീകരിക്കുമെന്ന് PSC പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് 2024 ഓഗസ്റ്റ് 5-ന് ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനം. താഴെ പറയുന്ന തസ്തികകളിലേക്ക് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ 1 ഗവൺമെൻറ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജുകളിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2. ഇപ്പോൾ കാറ്റഗറി നമ്പർ നിങ്ങൾ നോക്കിക്കൊള്ളണം കേട്ടോ. അതുപോലെ രണ്ടാമത്തത് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് വകുപ്പിൽ ആംബുലൻസ് അസിസ്റ്റൻറ്റ്. അതുപോലെ കേരള വാട്ടർ അതോറിറ്റിയിൽ ലാബ് അസിസ്റ്റൻറ്റ്. അതുപോലെ കേരള വാട്ടർ അതോറിറ്റിയിൽ ഓവർസിയർ ഗ്രേഡ് 3. കാറ്റഗറി നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചോളണം. അടുത്തത് താഴെ പറയുന്ന തസ്തികകളിലേക്ക് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ലെക്ചറർ ആൻഡ് കെമിക്കൽ എഞ്ചിനീയറിംഗ്. അതുപോലെ 2 ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഹെഡ് ഡ്രാഫ്റ്റ്മാൻ. അതുപോലെ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ. അതുപോലെ 4 ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഹെഡ് ഡ്രാഫ്റ്റ്മാൻ. അതുപോലെ 5-ാമത്തത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ലാബ് അസിസ്റ്റൻറ്റ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാറ്റഗറി നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചോളണം. 6-ാമത്തത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അതുപോലെ 7 മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ ഹോമിയോപ്പതി വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2. അതുപോലെ പാലക്കാട് ജില്ലയിൽ ഹോമിയോപ്പതി വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2. അടുത്തത് വിവിധ ജില്ലകളിൽ ആരോഗ്യ വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2. അപ്പോൾ ഇതിൻ്റെ എല്ലാം കാറ്റഗറി നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചോളണം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അതുപോലെ 10-ാമത്തത് കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ. അതുപോലെ 11 മലപ്പുറം ജില്ലയിൽ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2. അടുത്തത് പോലീസ് വകുപ്പിൽ വിവിധ ബറ്റാലിയനുകളിൽ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയൻ. കാറ്റഗറി നമ്പർ 593/2023. അതായത് ഈ ഇടയ്ക്ക് എക്സാം കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫൈനൽ ആൻസർ കീയൊക്കെ വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമെന്നാണ് PSC ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പോലീസ് വകുപ്പിൽ വിവിധ ബറ്റാലിയനുകളിൽ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയൻ. കാറ്റഗറി നമ്പർ 593/2023. അപ്പം വളരെ പെട്ടെന്ന് തന്നെ പബ്ലിഷ് ചെയ്യുമെന്നാണ് PSC തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം എക്സാം കഴിഞ്ഞിട്ടും അതുപോലെ തന്നെ ഫൈനൽ കീയൊക്കെ വന്നിട്ട് കുറച്ച് നാളായിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നോക്കാം. അടുത്തത് പോലീസ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ. അതുപോലെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ. അപ്പം ഡ്രൈവറും ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. കാറ്റഗറി നമ്പർ 416/2023. അതുപോലെ മൃഗസംരക്ഷണ വകുപ്പിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ പട്ടികജാതി പട്ടികവർഗം. കാറ്റഗറി നമ്പർ 505/2023. ഓക്കെ, അപ്പം എല്ലാവരും കാത്തിരിക്കുന്നതാണ് ഈ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിൻ്റെ ഷോർട്ട് ലിസ്റ്റ്. അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ. ഇതിൻ്റെയൊക്കെ ഷോർട്ട് ലിസ്റ്റ് പെട്ടെന്ന് തന്നെ PSC പബ്ലിഷ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഫിസിക്കലൊക്കെ നോക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ വീഡിയോ ചെയ്തത്. ഓക്കെ.